ശേരിക്കടുത്ത ഒരു സുലൈമാൻ ഫൈസി അയാൾ പറഞ്ഞല്ലോ, അഖ്ലാഖ് മതി, 2ാം ക്ലാസ് മതി, അപ്പുറത്തേക്ക് പോകണ്ട. ആ പറഞ്ഞ ആൾ അദ്ദേഹമൊക്കെ പറഞ്ഞ് ഹബീബായ ത്വഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആദരിച്ച അവിടുത്തെ അഹ്ലുബൈത്ത് റസൂലില്ലാഹ്. ഞാൻ ഈ നാട്ടുന്നത് ഗൗരവത്തിൽ പറയുന്നത്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ജീവിക്കുമ്പോൾ ഭയപ്പെടണം, ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുള്ളതാണ്. ഹബീബായ തങ്ങളുടെ അഹ്ലുബൈത്ത് ആരൊക്കെയാണ്? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. അലിയാര് തങ്ങളെ മഹത്തെന്താ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ മദീനയിലേക്ക് കടക്കാനുള്ള കവാടമാണ് എന്റെ അലിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമത്തുസ് സുഹ്റാ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പ്രഖ്യാപിച്ച ആ വലിയ മഹദി ഹബീബായ തങ്ങളിങ്ങനെ ഒരിക്കൽ മദീനത്ത് നിൽക്കുമ്പോൾ അലിയാര് വരുന്നു, പുതപ്പിലേക്ക് അവരെ കയറ്റുകയാണ്. ഒരു പുതപ്പുണ്ട്, ഹബീബായ തങ്ങൾ ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് അലിയാരെ പ്രവേശിപ്പിക്കുകയാണ്. പിന്നീട് വന്നു ഫാത്തിമ ബീവി, അവരെയും ആ പുതപ്പിന്റെ ഉള്ളിലാക്കി. പിന്നെ വന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവര് 4 ആളും ഹബീബായ തങ്ങളുമുണ്ട്. ഈ 5 ആളുകൾ അവരാണ് അഹ്ലുൽ അബാഇന്റെ ആളുകൾ. അഹ്ലുൽ അബാ എന്ന് പറഞ്ഞാൽ ആ പുതപ്പിന്റെ ചുവട്ടിൽ അള്ളാന്റെ റസൂല് പ്രത്യേകം അവരെ നിർത്തിയിട്ട് ഹൗലാഇ അഹ്ലുബൈത്തി, ഇവരാണ് എന്റെ അഹ്ലുബൈത്ത് എന്ന് പ്രത്യേകം പറഞ്ഞ ആ മഹത്തായ പവറുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്ത്. നമ്മള് ആ മൗലിദുകളൊക്കെ ഓതുമ്പോ പ്രത്യേകം അത് ചൊല്ലുന്നുണ്ട്. മഹാന്മാരായ അഹ്ലുബൈത്തിനെ പറയുന്ന മൗലിദുണ്ട്. അഹ്ലുൽ അബാഇന്റെ മൗലിദ് എന്നാണ് അതിന്റെ പേര്. കണ്ടില്ലേ, ആ മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ ആ മഹാന്മാരെ പ്രത്യേകം പറയുന്നുണ്ട്. ലി ഖംസതുൻ നുത്ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതല വബ്നാഹുമാ വൽ ഫാത്തിമ. വലിയ വലിയ ബലാ മുസീബത്ത് ഇറങ്ങുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് 5 ആളുകളുണ്ട്, അവരെ കൊണ്ട് ആ മുസീബത്ത് കെടുത്തിക്കളയാം. ആരൊക്കെയാണ് 5 ആളുകൾ? ഒന്ന് അൽ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് വൽ മുർതല, അലിയാർ തങ്ങളാണത്. വബ്നാഹുമാ, അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ്. വൽ ഫാത്തിമ, മറ്റൊന്ന് ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. എന്നാൽ ഈ ആളുണ്ടല്ലോ, മഹാന്മാരായ ഔലിയാക്കളെ പിന്നിൽ പോയി അവരെയൊക്കെ വ്യാജനാക്കുന്ന കക്ഷി, അദ്ദേഹം ഈ ബൈത്തിനെ കുറിച്ച് പറഞ്ഞത് ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ബൈത്താണ്. അയാളെ വിചാരം അയാൾ ഒരു ഷിയ സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെയുണ്ടാവല്ലോ ഓരോന്നിനും ചെറിയ ആളുകൾ. ഈ ബൈത്തിനെ വരെ ഷിയാക്കി. ഒന്ന് കേട്ടോളൂ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. ചെങ്കൊന്നത് അറിയില്ല, നല്ല സുന്യതാണ്, പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില ലീ ഹംസത്തുൻ നുത്ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർതള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആല. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവോട് പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ്. അയാൾ ചോദിക്കുക, സിദ്ദീഖ് തങ്ങൾ എവിടെ പോയി? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എവിടെ? അതെന്നെ ഷിയാക്കളെ ബൈത്താണെന്നുള്ളതിന്റെ തെളിവ്. ഷിയാക്കളെ ബൈത്താണ്. ആ ബൈത്ത് ഞാൻ ഏത് കിതാബെന്നാ പാടിയത് അറിയൂ? ഇതേതാ കിതാബ്? ഏതാ മൗലിദ് കിതാബിനെ ചട്ടം കാണിച്ചു കൊടുക്ക്. കൻസുൽ ഇബാദ, മാല മൗലിദ് ദിക്ർ സ്വലാത്ത്, ക്രോഡീകരിച്ചത് പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ, പ്രസാദനം SMA പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്, കേരള. SMA എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്. ആ SMA യുടെ കീഴിൽ
ഇവരെ നേതാവായിരുന്ന പാറന്നൂര് പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ രചിച്ച് ഈ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് ഇറക്കിയ ഈ മൗലിദ് ഞാൻ പേജ് ഒന്ന് കാണിക്കട്ടെ. കണ്ടോ, അതില് വലിയ അക്ഷരത്തിലായതിന് ലീ ഖംസത്തുൻ നുത്ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നഹുമാ വൽ ഫാത്തിമ. ഇയാൾ പറയുന്നു ഇത് ഷിയ ബൈത്താണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന ഖലീൽ തങ്ങളടക്കം മറുപടി പറയണം, SYS മറുപടി പറയണം. പണ്ഡിത സഭ എന്ന് നിങ്ങൾ പറയുന്ന വ്യാജ ആലിമീങ്ങളുടെ കൂട്ടായ്മയായ സാക്ഷാൽ നിങ്ങളെ മുഷാവറ പറയണം. 2-3 ആളെ മാറ്റി നിർത്തിയേക്ക്, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ, ഒരു സംശയവും ഇല്ല. കാരണം നിങ്ങൾ മറുപടി പറയണം. ഈ ഫൈസി പറയുകയാണ് ഈ ബൈത്ത് ഷിയാക്കളുടെ ബൈത്താണെന്ന്. നിങ്ങൾ ഇറക്കിയ മൗലിദിൽ ഈ ബൈത്തുണ്ട്. ഷിയാക്കളെ ബൈത്ത് പ്രചരിപ്പിക്കുന്നവരാണോ നിങ്ങളുടെ ഈ പ്രസാധകർ? പി കഥാ പണി എന്താണ്? ഈ ബൈത്തിന്റെ അഹ്ലുൽ അബാഇന്റെ മൗലിദിന്റെ പവർ. മഹാനരായ തൃപ്പനച്ചി ഉസ്താദിന്റെ ഹദറത്തിൽ മുഹറം 1 പ്രത്യേകം ഈ മൗലിദോതും. ഇവിടെ ചെല്ലി വരാത്തവരാരാതുള്ളത്? അതുകൊണ്ട് വലിയ മുസീബത്ത് വരുമ്പോ അത് നമ്മൾ ചൊല്ലണം. ഇപ്പൊ ഏറ്റവും വലിയ മുസീബത്ത് ഈ ചങ്ങാതിയാ. ഏത് മുസീബത്ത്? ഈ നാട്ടിലും പരിസരത്തുമുള്ള ഏറ്റവും വലിയ മുസീബത്ത് ഇത് ശരിയാണെന്ന് പ്രസംഗിക്കുന്ന ഈ വ്യാജ പണ്ഡിതന്മാരാണ്. ആ ബലായ് തീരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ചൊല്ലി ലീ ഖംസത്തുൻ നുത്ഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നഹുമാ വൽ ഫാത്തിമ. ഇത്തരം മുസീബത്ത് നാട്ടിലുണ്ടാകുമ്പോ ശിക്ഷ ഇറങ്ങിപ്പോകും. അതിന് കാവല് നമ്മൾ അവരെ തന്നെ പിടിച്ചു ചെല്ലണം. എവിടേക്കാ അവര് കൊണ്ടുപോകുന്നത്? ഒക്കെ ഷിയ അഹ്ലുൽ അബാഇനെയും തള്ളി